നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് ചാപ്റ്റർ 20 റീജിയണലിസം ആൻഡ് റീജിയണൽ പാർട്ടീസ്. പ്രാദേശികവാദവും പ്രാദേശിക പാർട്ടികളും ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്, ഇവരെന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നോക്കാനായിട്ടുള്ളത്. അപ്പോ എന്താണ് റീജിയണലിസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്താണ് പ്രാദേശികവാദം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൗരന്മാർക്ക് തങ്ങളുടെ പ്രദേശത്തോട് തോന്നുന്ന അമിതമായിട്ടുള്ള ഒരു പ്രതിബദ്ധത അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ഒരു സ്നേഹത്തിനെയാണ് നമ്മൾ പ്രാദേശികവാദം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ ഇന്ത്യക്കകത്ത് ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റേറ്റുകളാണ് ഉള്ളത്. ഈ സ്റ്റേറ്റുകൾക്കിടയിൽ ചില സ്റ്റേറ്റുകൾ അല്ലെങ്കിൽ ചില സംസ്ഥാനങ്ങൾക്ക് എന്താണ്, അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിൽ ഇഷ്ടമുണ്ട്. ഇപ്പം കേരളം എന്ന് പറയുന്ന സ്റ്റേറ്റിന് കേരളത്തിലുള്ള ആളുകൾക്ക് എന്താണ്, കേരളത്തിലുള്ള ആളുകളായിരിക്കും കൂടുതലായിട്ട് ഇഷ്ടം. തമിഴ്നാട്ടിലുള്ള ആളുകളെയും ആന്ധ്രയിലുള്ള ആളുകളടുത്തൊന്നും വലിയ താല്പര്യം തോന്നാത്ത ഒരു അവസ്ഥ. ഇതിനെയാണ് നമ്മൾ റീജിയനിസം അല്ലെങ്കിൽ പ്രാദേശികവാദം എന്ന് പറയുന്നത്. സ്വന്തം സ്ഥലത്തോട് അല്ലെങ്കിൽ സ്വന്തം പ്രദേശത്തോട് തോന്നുന്ന അമിതമായിട്ടുള്ള സ്നേഹം. പക്ഷെ ഇങ്ങനെ അമിതമായിട്ടുള്ള സ്നേഹം വരുന്ന സാഹചര്യത്തിൽ നമുക്ക് ബാക്കിയുള്ള പ്രദേശത്തുള്ള ആളുകളെ അവരുടെ അടുത്ത് എന്താണ് ഇഷ്ടക്കേട് തോന്നുക, അല്ലെങ്കിൽ എന്താ അവരുടെ മനോഭാവത്തോട് പൊരുത്തപ്പെട്ടു പോവാൻ പറ്റാത്തൊരവസ്ഥ വരിക. ഇതൊക്കെയാണ് നമ്മുടെ റീജിയണലിസത്തിന്റെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളായിട്ട് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമ്മുടെ റീജിയണലിസത്തിന്റെ എന്താ വ്യത്യസ്ത തരത്തിലുള്ള റീജിയണലിസം അല്ലെങ്കിൽ ഡിഫറെന്റ് ഫോംസ് ഓഫ് റീജിയണലിസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യത്യസ്ത തരത്തിലുള്ള റീജിയണലിസത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പം വ്യത്യസ്ത തരത്തിലുള്ള റീജിയണലിസം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് പണ്ടത്തെ കാലമായിട്ട് ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളായിരുന്നു. അത് കഴിഞ്ഞിട്ട് സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മുടെ ഭാഷയുടെ അടിസ്ഥാനത്തിലാണ് ഓരോ സ്റ്റേറ്റും ഉണ്ടായത്. അപ്പം എന്താണ്, ഇങ്ങനെ ഉണ്ടായപ്പോ എന്ത് ചെയ്തു, ആളുകൾക്കിടയിൽ എന്താ സ്വന്തം ഭാഷയോട് അല്ലെങ്കിൽ സ്വന്തം പ്രദേശത്തോട് ഒരു അമിതമായിട്ടുള്ള സ്നേഹം വന്നു തുടങ്ങി. ഇതിനെയാണ് നമ്മൾ റീജിയണലിസം എന്ന് പറയുന്നത്. അപ്പം ഈ റീജിയണലിസത്തിന്റെ ഭാഗമായിട്ട് ആളുകൾ എന്താ പറയാണ്, അവർക്ക് സ്വന്തമായിട്ട് സ്വയം ഭരണം വേണം. ഇപ്പം മലയാളം സംസാരിക്കുന്ന എല്ലാവരും കേരളം എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റിന്റെ കീഴിലാണ്. അപ്പൊ കേരളത്തിന് എന്താണ്, സ്വയം ആയിട്ടുള്ള ഒരു ഭരണം വേണം. നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ മൊത്തമുള്ള ഇന്ത്യ എന്ന് പറഞ്ഞ യൂണിയനിൽ നിന്നും എന്താ നമുക്ക് നമ്മുടെ സ്റ്റേറ്റിന് മാത്രമായിട്ടുള്ള ഒരു സ്വയം ഭരണം വേണം എന്നുള്ള ഒരു താല്പര്യമാണ് മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ കേന്ദ്രവും സ്റ്റേറ്റ് ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും നമുക്കറിയാം, കേന്ദ്രമുണ്ട് സ്റ്റേറ്റും ഉണ്ട്. അപ്പൊ നമ്മുടെ സ്റ്റേറ്റിനെ കൺട്രോൾ ചെയ്ത് ഭരിക്കുന്ന ആരായിരിക്കും, കേന്ദ്രമായിരിക്കും. അപ്പം കേന്ദ്ര ഗവൺമെന്റ് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റിനോട് വലിയ രീതിയിലുള്ള പ്രാധാന്യം കൊടുക്കാതിരിക്കുക, അവർക്ക് വേണ്ട ഫണ്ടൊക്കെ അനുവദിക്കാതിരിക്കുന്നൊക്കെ വരുന്നത് വഴി എന്ത് ചെയ്യും, നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റാത്തൊരു പ്രശ്നം വരും. അത് മാത്രമല്ല, എന്താ നമ്മൾക്ക് അല്ലാതെ തന്നെ എന്താണ്, നമുക്ക് ബാക്കിയുള്ള പ്രദേശങ്ങളുമായിട്ടും അവിടെയുള്ള ആളുകളുമായിട്ടും പൊരുത്തപ്പെടാത്ത ഒരു പ്രശ്നം വരും. ഇതൊക്കെ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, പ്രാദേശികവാദം ഇങ്ങനെ വളർന്നു വരുന്നത്. സ്വന്തമായിട്ടൊരു സ്വയം ഭരണം വേണമെന്നും ഇന്ത്യൻ യൂണിയനിൽ നിന്ന് മാറി നിൽക്കണമെന്നും ആവശ്യപ്പെടാനായിട്ടുള്ള കാര്യങ്ങൾ ഇതുകൊണ്ടാണ്. ഇനി നമ്മുടെ പ്രാദേശികവാദത്തിന്റെ വളർച്ച എന്തുകൊണ്ടാണ്, എന്താ പ്രാദേശികവാദം ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യന്റെ അതേ ആൻസർ തന്നെയാണ്. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയിലെ എല്ലാ മതങ്ങളും എല്ലാ സംസ്കാരങ്ങളും എല്ലാ കാര്യങ്ങളും ഉള്ള ഒരു രാജ്യമാണ്. വൈവിധ്യങ്ങൾ നിറഞ്ഞൊരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പം ഇന്ത്യയിലെ ഭാഷയുടെ അടിസ്ഥാനത്തിലും സംസ്കാരത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് നമ്മുടെ ഇന്ത്യനെ ഓരോ സ്റ്റേറ്റ് ആയിട്ട് രൂപീകരിച്ച് വരുന്നത്. അപ്പം ഇങ്ങനെ വന്നത് കൊണ്ട് എന്താണ്, ചില സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ചില പ്രദേശങ്ങളിലെ ആളുകൾക്ക് സ്വന്തം പ്രദേശത്തോട് വളരെയധികം താല്പര്യമുണ്ട്. ഇപ്പൊ കേരളത്തിലുള്ള ആളുകൾക്ക് കേരളം എന്ന് പറഞ്ഞാൽ എന്താണ്, ഉയിരായിരിക്കും. തമിഴ്നാട്ടുകാർക്ക് അങ്ങനെ ഉയിര്, അങ്ങനെ 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 അമിത സ്നേഹം കൂടുമ്പോഴാണ് എന്ത് വരുന്നത്, ഇങ്ങനെ ഇന്ത്യൻ യൂണിയനിൽ നിന്ന് മാറി നിൽക്കണം എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ ഇന്ത്യ ഒരിക്കലും അത് അനുവദിക്കില്ല. കാരണം ഒരു സംസ്ഥാനം അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാ സ്റ്റേറ്റും പറയും ഞങ്ങൾക്കും മാറണം ഞങ്ങൾക്കും മാറണം. ഇങ്ങനെ എല്ലാവരും കൂടി മാറിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇന്ത്യയുടെ അഖണ്ഡതയും ഐക്യതയും ഒക്കെ എന്ത് ചെയ്യും, നഷ്ടമാവും. പണ്ട് ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയും പാകിസ്ഥാനും കൂടി ചേർന്നിട്ടുള്ള വലിയൊരു രാജ്യമായിരുന്നു. ഓക്കെ, പിന്നീടാണ് എന്ത് ചെയ്തത്, ഇന്ത്യ ആ ഒരു പാകിസ്ഥാൻ മാറി ഇന്ത്യയുടേതായ രീതിയിൽ വന്ന് സ്വാതന്ത്ര്യത്തിന് ശേഷം അങ്ങനെ എന്ത് ചെയ്തു, ഇന്ത്യയുടെ കുറെ ഒരു വലിയ രാജ്യമായിരുന്നു. നമ്മുടെ ഏഷ്യ ഉപഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യമായിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും വന്ന് ഒരുമിച്ച സമയത്ത്. ഓക്കെ, അപ്പൊ ഇനിയും ഓരോ സ്റ്റേറ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യക്ക് സ്പേസ് അല്ലെങ്കിൽ സ്ഥലം ഇല്ലാത്ത ഒരവസ്ഥ വരാണ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അടുത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രാദേശികവാദം ഉണ്ടാവുന്നതെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ കാര്യത്തിൽ ഓരോ സ്ഥലത്തും ഓരോ സംസ്കാരങ്ങളായിരിക്കും. ഇപ്പൊ നമ്മുടെ കേരളത്തിന്റെ സംസ്ഥാനങ്ങൾ ആർക്കും ഇഷ്ടാവില്ല, ആന്ധ്രക്കാർക്കും ബാക്കിയുള്ള ആളുകൾക്കും എന്താണ് ഇഷ്ടപ്പെടാത്ത ഒരവസ്ഥയാണ് വരുന്നത്. രണ്ടാമത്തെ കാര്യം വ്യത്യസ്ത ഭാഷ. നമുക്കറിയാം, നമ്മുടെ മാതൃഭാഷ കഴിഞ്ഞ് മാത്രമേ ഉള്ളൂ നമുക്ക് വേറെ ഏത് ഭാഷ ആയാലും ശരി, ഈ ഭാഷയുടെ പ്രശ്നം വരും. അതേപോലെ തന്നെ അധികാരങ്ങളും വികേന്ദ്രീകരണം, നമ്മൾ പറഞ്ഞു ചില സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം ഒന്നും കൊടുക്കാത്തൊരു സിറ്റുവേഷൻസ് വരും. ചില സ്ഥലങ്ങൾക്ക് മാത്രം കൊടുക്കും. അങ്ങനെ വരുമ്പോൾ പക്ഷാഭേദം വരാണ്. ഇതൊക്കെ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ആളുകൾ പറയുന്നത് അവർക്ക് സ്വയമായിട്ട് നമുക്ക് സ്വന്തം സ്വയം ഭരണം വേണമെന്ന് പറയുന്നത്.
ഇനി അടുത്ത് നമ്മുടെ റീജിയണൽ പാർട്ടീസ് എന്താണ്, അവർ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റീജിയണൽ പാർട്ടീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാദേശികമായിട്ടുള്ള പാർട്ടീസ്. ഓരോ പ്രദേശത്തും അവരുടേതായിട്ടുള്ള പാർട്ടികൾ ഉണ്ടായിരിക്കും. ഇതിനെയാണ് നമ്മൾ പ്രാദേശിക പാർട്ടികൾ എന്ന് പറയുന്നത്. ഒരു പ്രദേശത്തിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അത് പരിഹരിക്കുക എന്നതാണ് ഈ പ്രാദേശിക പാർട്ടികളുടെ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. അപ്പം ഇന്ന് ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു 20ാമത്തെ ചാപ്റ്ററിൽ നോക്കാനായിട്ടുള്ളത്. എന്താണ് റീജിയണലിസം അല്ലെങ്കിൽ എന്താണ് പ്രാദേശികവാദം, എന്താണ് പ്രാദേശിക പാർട്ടികൾ, ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.